ഇന്ന് നമ്മളൊരു ട്യൂലിപ്പ് സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു സ്ലീവ് റാപ്പ് ഡ്രസ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. ആ റാപ്പ് ഡ്രസ്സിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഈ പേപ്പറിലാണ് ഈ സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നത്. പേപ്പറിൽ കട്ട് ചെയ്തതിന് ശേഷം അത് യൂസ് ചെയ്തിട്ടാണ് തുണിയിൽ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാധാരണ സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നോക്കുക. കാരണം ഈ വരുന്ന അളവുകളെല്ലാം എങ്ങനെയൊക്കെയാണ് എടുത്തിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വീഡിയോ കൂടെ ഫോളോ ചെയ്യാനായിട്ട് പറയുന്നത്. എനിക്ക് വേണ്ടുന്ന മെഷർമെൻറ്റ്സ് ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഓരോ മെഷർമെൻറ്റ്സ് എടുക്കുന്നത്. സ്ലീവ് ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം ആ കൈ വേണം എന്നുള്ള അളവാണ്. അത് ഞാനിവിടെ 6 ഇഞ്ചാണ് എടുക്കുന്നത്. ട്യൂലിപ്പ് സ്ലീവ് എന്ന് പറയുന്നത് വലിയ അളവിലൊന്നും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ചെറിയ സ്ലീവാണ് ട്യൂലിപ്പ് സ്ലീവ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ കൈക്കുള്ള അളവാണ് എടുക്കുന്നത്. ഇനി അടുത്തത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ആ 6 ഇഞ്ച് എടുത്തതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ ക്യാപ്പ് ഹൈറ്റ് എങ്ങനെ എടുക്കണം എന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കാണുക. ക്യാപ്പ് ഹൈറ്റ് എല്ലാവർക്കും 3 ഇഞ്ച് എടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തതും ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ആം റൗണ്ട് എന്ന് പറയുന്ന കൈക്കുഴിയാണ്. അതെനിക്ക് 17 ഇഞ്ചസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. 8.5 ഇഞ്ച് നമുക്ക് ഇതുപോലെ ഡയഗണലായിട്ട് മാർക്ക് ചെയ്യാം. അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി ഇതുപോലുള്ള സ്കെയിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്താൽ മതി, ആ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് വരയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ കൈ വരയ്ക്കുമല്ലോ, അതുപോലെ ഇങ്ങനെ വളച്ച് വരച്ച് ആ ഒരു 8.5 ഇഞ്ച് കിട്ടിയിടം വരെ ഒന്ന് എന്ത് ചെയ്യുക, വരച്ച് കൊണ്ടുവരിക. ബാക്കിലത്തെ സ്ലീവിൻ്റെ രീതിക്കാണ് നമ്മളിപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. ഫ്രണ്ടിലത്തെ സ്ലീവ് ആകുമ്പം ഇതേ വളവ് തന്നെ മതി, പക്ഷെ ഒന്ന് എടുത്ത് വെട്ടണം. അപ്പോൾ അത് നമ്മളിപ്പോഴേ ചെയ്യുന്നില്ല. എടുത്ത് വെട്ടുന്നത് നമുക്ക് തയ്ക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്താൽ മതി, ഒന്ന് എടുത്ത് വെട്ടിയാൽ മതിയാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് വളച്ച് ഇതുപോലെ തന്നെ ഷേപ്പിൽ വരയ്ക്കുക. ഇനി ഇവിടെ നിന്ന് നമുക്ക് ആ 8.5 കിട്ടിയത് അതുവരെയാണ് നമ്മളുടെ കറക്റ്റ് കൈക്കുഴി, അതായത് ആം റൗണ്ട് എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമുക്കൊരു 2 ഇഞ്ച് തയ്യൽ തുമ്പ് വിടണം. ആ 2 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഈ രീതിയിൽ 2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം. അതുപോലെ താഴത്തെ, അതായത് നമ്മുടെ സ്ലീവ് റൗണ്ട്, അതായത് കൈയുടെ വണ്ണം എന്ന് പറയുന്നത് എനിക്ക് 5.5 ഇഞ്ചാണ്. അതായത് 11 മൊത്തം. അപ്പോൾ അതിൻ്റെ പകുതി 5.5 ഇഞ്ച് എടുത്ത് ഇതുപോലൊന്ന് വരയ്ക്കാം. അതിനുശേഷം അതിന് എന്ത് ചെയ്യാം, ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പ് വിടാം. എന്നിട്ട് ആ 8.5 കിട്ടിയതും 5.5 കിട്ടിയതും കൂടെ എന്ത് ചെയ്യാമെന്ന്, അതായത് നമ്മുടെ കറക്റ്റ് അളവ് എന്ത് ചെയ്യാമെന്ന് ചേർത്ത് ഇതുപോലൊരു ലൈൻ വരയ്ക്കാം. അതുപോലെ തയ്യൽ തുമ്പിലും എന്ത് ചെയ്യാം, ചേർത്തൊരു വരയ്ക്കാം. അപ്പോൾ ആ തയ്യൽ തുമ്പ് ഉൾപ്പെടെയുള്ള ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, വെട്ടി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതാണ്ട് ഇതുപോലെ നമ്മൾ സ്ലീവ് വരച്ചിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാണ്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് ഭാഗം ഒന്ന് മാർക്ക് ചെയ്യാം. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം നടുക്ക് ഭാഗം. എന്നിട്ട് ഇതൊന്ന് നിവർത്തിടാം. ഇതുപോലെ ഒന്ന് നിവർത്തിടാം. ഈ സ്ലീവ് ഒറ്റ ഭാഗമായിട്ടല്ല 2 ഭാഗമായിട്ടെടുത്ത് ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതായി നടുക്കുന്ന ഒരു 3 ഇഞ്ച് സൈഡിലോട്ടൊന്ന് മാർക്ക് ചെയ്യാം. അവിടെ നമുക്ക് വളച്ച് വരയ്ക്കണം. അപ്പോൾ 3 ഇഞ്ച് മതിയാവും. തയ്യൽ തുമ്പും കൂടെ ഉൾപ്പെടെ, അതായത് തയ്യൽ തുമ്പ് അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് അകത്തോട്ട് മടക്കി അടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ ആ തുമ്പും കൂടെ ഉൾപ്പെടെ ഒരു 3 ഇഞ്ച് നമുക്കവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതാണ്ട് ഈ താഴെ ആ നടുക്ക് ഭാഗത്ത് തന്നെ താഴെ നിന്നൊരു 1.5 ഇഞ്ച്, കറക്റ്റ് ഒരു 1.5 ഇഞ്ച് എടുത്ത് ഇങ്ങോട്ടും മാർക്ക് ചെയ്യാം. അപ്പോൾ അത് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു സ്കെയിൽ എടുത്തുകൊണ്ട് നല്ല വളച്ച് ആ 3 ഇഞ്ച് കിട്ടിയെടുത്തും ഈ 1.5 ഇഞ്ച് കിട്ടിയെടുത്തും കൂടി ചേർത്ത് വെച്ച് വളച്ചൊന്ന് വരയ്ക്കാം. ഈ സ്കെയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്താൽ ആദ്യം ഒന്ന് വരച്ച് കൊണ്ടുവന്നാൽ മതി. നല്ല വളച്ച് കൊണ്ടുവരിക, എങ്കിലേ നമ്മുടെ സ്ലീവ് നല്ല പെർഫെക്റ്റ് ആവും. അപ്പോൾ ഞാനിതൊന്ന് കടുപ്പിച്ച് വരയ്ക്കുകയാണ്. അത് നിങ്ങൾക്ക് ഒന്ന് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി മാത്രം കടുപ്പിച്ച് വരയ്ക്കുകയാണ്. അപ്പോൾ ഇത് പേപ്പർ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ സ്കെച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ തുണിയിൽ വരയ്ക്കുമ്പോൾ സ്കെച്ചോ പേനയോ അതുപോലെ പെൻസിലോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല.
തുണിയിൽ വരയ്ക്കുമ്പോൾ ചോക്ക് വെച്ചേ വരയ്ക്കാവുള്ളൂ. തുണിയിൽ ഈ പറഞ്ഞ സ്കെച്ചും പേനയൊക്കെ വെച്ച് ഉപയോഗിച്ചാൽ കഴുകുമ്പോൾ അത് പടരും. അപ്പോൾ ഇതുപോലെ വരച്ച് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നിന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇത് ഫ്രണ്ട് പോർഷൻ. ഞാനിനി രണ്ടായിട്ട് വെട്ടാൻ നിൽക്കുന്നില്ല. ഇത് ഫ്രണ്ട് പോർഷൻ, അതുപോലെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ബാക്ക് പോർഷൻ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാണ്. അപ്പോൾ 2 പോർഷൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക് സൈഡ്. ഈ തുണിയിലാണ് ഞാൻ വെട്ടാൻ പോകുന്നത്. ഇതൊരു ക്രേപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ ഇത്രയും പീസ് ഞാൻ ആകെ ഒരൊറ്റ പീസ് മാത്രമേ വെട്ടുന്നുള്ളൂ. അപ്പോൾ ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ട് നമുക്ക് 2 പീസ് വേണം. അതുപോലെ ബാക്ക് പോർഷന് 2 പീസ് വേണം. ഇതൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് വെട്ടാം. അപ്പോൾ നമുക്ക് 4 തുണ്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത്, 4 പീസസ് ആയിട്ടാണ് നമ്മൾ കൈ എടുക്കുന്നത്. 2 കൈക്കും കൂടെ 4 പീസ് വേണം. ഫ്രണ്ട് എന്ന് വരച്ചേക്കുന്ന ഭാഗം വെച്ചിട്ട്, ഇതുപോലെ ഫ്രണ്ട് എന്ന് വരച്ചേക്കുന്ന ഭാഗം വെച്ചിട്ട് 2 പീസ് വെട്ടുക. ഞാനിവിടെ 2 പീസ് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ വെട്ടുമ്പോൾ നല്ല ഭാഗത്ത് തന്നെ, തുണിയുടെ നല്ല ഭാഗത്ത് തന്നെ ഇതുപോലെ വെച്ച് പിൻ ചെയ്തിട്ട് വേണം വെട്ടാൻ. ഇപ്പോൾ ബാക്ക് സൈഡ്, ഇപ്പോൾ ബി എന്നുള്ള ബാക്ക് സൈഡാണ്, അത് കാണാൻ പറ്റുന്ന രീതിയിൽ നല്ല ഭാഗത്തായിട്ട് ഇങ്ങനെ ചേർത്ത് വെക്കുക. നമ്മൾ ഫ്രണ്ട് ഭാഗവും അതുപോലെ തന്നെയാണ് വെട്ടിയേക്കുന്നത്. ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യും, 2 പീസ് വെട്ടുക. അപ്പോൾ ഇങ്ങനെ വെട്ടിയെങ്കിലേ നമുക്ക് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ 2 ഭാഗമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയത്. ഒന്ന് ഫ്രണ്ടും ഒന്ന് ബാക്കും കൂടാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ മറ്റൊരു പീസ്, അത് ഒരു കൈയുടേത്, ഇത് അടുത്ത കൈയുടെ. അപ്പോൾ ഫ്രണ്ടും ബാക്കും കിട്ടിയത് ഞാനിവിടെ ചേർത്ത് വെച്ചേക്കാണ്. ഇനി നമുക്ക് ഈ 2 കൈയുടെ ഭാഗങ്ങൾ, 4 പീസസും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ചേർത്ത് വെക്കാം. മോശവശം ചേർത്ത് ഒരു കൈയുടെ വെച്ചിട്ട് അങ്ങനെ ഈ 4 കൈയുടെ ഒരേ ഷേപ്പ് വരുന്ന രീതിയിൽ ഈ രീതിയിലൊന്ന് ചേർത്ത് വെക്കണം. കാരണം നമുക്ക് ആ സ്ലീവിൻ്റെ നടുക്ക് ഭാഗം ഒന്ന് വെട്ടിയെടുക്കണം. അതുകൊണ്ടാണ് നടുക്ക് ഭാഗം ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വെട്ടിയ ആ പേപ്പർ ഒന്ന് എന്ത് ചെയ്യാം, ഇതിനകത്ത് അതേ ഷേപ്പിൽ തന്നെ ഒന്ന് വെക്കാം. കണ്ടോ, അത് 4ഉം ഒരേ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഇതാണ്ട് ഇവിടെ നമ്മുടെ നടുക്ക് ഭാഗം വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഇതാണ് നടുക്ക് ഭാഗം. അതൊന്ന് മടക്കി ഒരു കത്രിക കൊണ്ടൊന്ന് വെട്ടി മാർക്ക് ചെയ്യാം. അവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗങ്ങളിലും ആ ഒരു മാർക്കിങ് വന്നിട്ടുണ്ട്. ഈ സ്ലീവിൻ്റെ ഈ ഒരു താഴ്ഭാഗവും കൂടി ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. 2 സ്ലീവിൻ്റെയും താഴ്ഭാഗം, ആ വളവ് വരുന്ന ഭാഗമൊന്നും ഞാനിവിടെ മടക്കി തയ്ച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ സ്ലീവും ഞാനിതുപോലെ എല്ലാ പീസസിൻ്റെയും ഈ വളവ് വരുന്ന ഭാഗമൊന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ താഴ്ഭാഗം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എനിക്ക് ഓരോ സ്ലീവും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 2 സ്ലീവ് നമുക്കൊന്ന് ചേർത്ത് വെക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ 2 പീസസ് ചേർത്ത് വെക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആ നടുക്ക് ഭാഗം ഒന്ന് വെട്ടിയിട്ടുണ്ട്. നടുക്കത്ത് ആ ലൈൻ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും നമ്മുടെ താഴത്തെ ആ ഒരു പീസിൻ്റെ നടുക്ക് ഭാഗം കൂടെ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മേൽഭാഗം ഒന്ന് തയ്ച്ച് കൊടുക്കണം. ഇവിടെ ഒന്ന് തയ്ച്ച് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് സ്ലീവ് തയ്ച്ചെടുത്തതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് 2 സ്ലീവും തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 2 സ്ലീവിലും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടുമാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ 2 സ്ലീവിലും ഇതാണ്ട് ഈ ഒരു പോർഷൻ നമ്മൾ ആ വളച്ച് വരച്ചത്, ഈ പോർഷൻ ഓപ്പൺ ആണ്. അത് ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ചേർക്കാം, ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം. ഇവിടെ അതുപോലെ ഇവിടെയും തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് ഡ്രസ്സ് ചേർക്കാം. ഇതാണ് നടുക്ക് ഭാഗം വന്നിരിക്കുന്നത്. അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഭാഗം. അതിനകത്ത് ഷോൾഡർ മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ഷോൾഡർ തമ്മിൽ ചേർത്ത് വെച്ചേക്കാണ്. ഈ ഒരു ഡ്രസ്സിൻ്റെ ഈ ഒരു ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് അവിടെയാണ് വരുന്നത്. അത് കൃത്യം നമ്മളുടെ ആ ഒരു സ്ലീവ് എടുക്കുക. സ്ലീവ് എടുത്തിട്ട് ഇതുപോലെ ആ നടുക്ക് ഭാഗം വരുന്ന രീതിയിൽ ചേർത്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ തുണി ഇട്ടിട്ട് ദാണ്ട് ഈ നല്ല വശം ചേർത്ത് കറക്റ്റ് നടുക്കും ആ ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ്ങും കൂടെ വരുന്ന രീതിയിൽ വെച്ചുകൊണ്ട് ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടും തയ്ച്ചു വരിക. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാണ്. ആദ്യം സ്റ്റിച്ച് ചെയ്ത് നടുക്കുന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. നടുക്കുന്ന് സ്റ്റിച്ച് ചെയ്ത് ഒരു ഭാഗത്തോട്ടും പിന്നെ തിരിച്ച് വീണ്ടും നടുക്കുന്നത് ആ ഒരു ഭാഗത്തോട്ട് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ നടുക്കും സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് വെക്കുക.
അപ്പോൾ എപ്പോഴും സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നടുക്കുന്ന സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാവുള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടേക്കുന്നത്. ഇത് ഷോൾഡറാണ്, അതുപോലെ ഇത് ഫ്രണ്ട് പാർട്ടാണ്. ആ ഫ്രണ്ട് പാർട്ടിലോട്ട് തന്നെയാണ് ഈ ഒരു ഓവർലാപ്പിംഗ് വന്നേക്കുന്നത്. ആ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേ രീതിയിൽ തന്നെ അടുത്ത ഒരു സ്ലീവ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ രീതിയിലാണ് നമുക്ക് സ്ലീവ് കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.